അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി മറ്റൊരു സ്നേഹവുമില്ല. തൻ്റെ കുട്ടിയുടെ വിജയത്തിനും നേട്ടത്തിനും പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷിക്കുന്ന മറ്റാരെയും നമുക്ക് കാണുവാനും സാധിക്കില്ല. എന്നാൽ കുറച്ചു കാലങ്ങൾ കഴിയുന്ന സമയത്തിൽ ചെറുപ്പത്തിൽ അമൂല്യമായി തോന്നിയിരുന്ന അമ്മയുടെ സ്നേഹം പതിയെ പതിയെ ചില വ്യക്തികൾ കാണാതെയാകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം കാണാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നു. പതിയെ പതിയെ അമ്മയുടെ പ്രാധാന്യം ചിലർ കുറവാക്കിക്കൊണ്ടുവരുന്നു. ആ സമയങ്ങളിലും ആ അമ്മയുടെ ഹൃദയവും മനസ്സും സ്നേഹവും ഈ കുട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ടാകും എന്നതാണ് സത്യം. അത് മനസ്സിലാക്കാതെ ആ അമ്മയെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നതായിരിക്കുന്ന സമയത്തിൽ അത് ആ വ്യക്തിയുടെ മേൽ ദോഷമായി അല്ലെങ്കിൽ ശാപമായി പരിണമിക്കുന്നു. അത് ആ വ്യക്തിയുടെ മേൽ വന്ന് വീഴുന്നു. മറ്റു ദോഷങ്ങളെ പോലെയല്ല, ആ വ്യക്തിയെ തന്നെ സൃഷ്ടിക്കുവാൻ തൻ്റെ ശരീരം വിട്ടു നൽകിയ മാതാവിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പ്രകൃതി ശക്തിയിൽ നിന്നും തിരിച്ചടികൾ വന്നു ചേരുന്നതാണ്. അത് ആ വ്യക്തിയുടെ ബന്ധങ്ങളെ, സമ്പത്തിനെ, ഐശ്വര്യത്തിനെ, ആരോഗ്യത്തിനെ എല്ലാം തന്നെ ഹാനികരമായിട്ട് ബാധിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ജ്യോതിഷ ആചാര്യന്മാർ മാതൃശാപം എന്ന വിഷയത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്രകാരം മാതൃശാപമുണ്ടോ എന്നുള്ളത് പ്രശ്നവശാൽ കണ്ടെത്തുന്നൊരു പ്രമാണമാണ് ഭൗമക്ഷംശകയോരശീതകിരണോ ബാധാഗതസ്ഥിൽ പിതു ശാപോസ്തീവ്യമുടു പ്രഭൂര്യദിവ ശാപം ജനന്യാവധിയത് പിത്രോശാപ ഇനോടുനാഥ ഗൃഹയോസ്ഥാനിഷ്ഠകേസ്യാൽ ഘരേ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ചന്ദ്രൻ ബാധാസ്ഥാനത്തിൽ നിൽക്കുകയും ആ ബാധാസ്ഥാനം കുജക്ഷേത്രമായി വരികയും അല്ലെങ്കിൽ ചന്ദ്രൻ കുജന്റെ അംശകത്തിൽ നിൽക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് മാതൃശാപം ഉണ്ട് എന്ന് പറയാമെന്നാണ്. ഇപ്രകാരം മാതൃശാപം ഉണ്ടോ എന്ന് ജ്യോതിഷപ്രകാരം കണ്ടെത്തുന്ന പ്രമാണമാണ് ഭൗമക്ഷംശകയോരശീതകിരണോ ബാധാഗതസ്ഥിൽ പിതുഹു ശാപോസ്തീവ്യമുടു പ്രഭൂര്യദിഭവ ശാപം ജനന്യാവധേത് പിത്രോശാപ ഇനോടുനാഥ ഗൃഹയോസ്ഥാനിഷ്ഠകേസ്യാൽ ഘരേ എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രമാണത്തിൽ പറയുന്നത് ചന്ദ്രൻ ബാധാസ്ഥാനത്തിൽ നിൽക്കുകയും ആ ബാധാസ്ഥാനം കുജക്ഷേത്രമായി വരികയോ അല്ല എങ്കിൽ ചന്ദ്രൻ കുജന്റെ അംശകത്തിൽ നിൽക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് മാതൃശാപം ഉണ്ട് എന്ന് പറയാമെന്നാണ്. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പാപൻ ചന്ദ്രക്ഷേത്രമായിരിക്കുന്ന കർക്കിടക രാശിയിൽ അനിഷ്ടസ്ഥാനത്തിലായിട്ട് വന്നാലും മാതൃശാപം ഉണ്ടായിട്ടുണ്ടാകും. കോപോരാജ്ഞാജനന്യ എന്ന പ്രമാണപ്രകാരം ചന്ദ്രൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാലും ജനനിയുടെ, അതായത് മാതാവിന്റെ കോപമുണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ്. ഇപ്രകാരം പ്രശ്നവശാൽ മാതാവിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ ശാപമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടതായിരിക്കുന്ന പ്രതിവിധികളെ കുറിച്ചാണ് പിന്നീട് ആലോചിക്കേണ്ടത്.